സോ ഗുഡ് ഈവനിങ് എവരിവൺ. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള ഒരു ക്ലാസ്സിൽ നിന്നാണ്. നിങ്ങൾക്ക് ഇതിന്റെ അടിസ്ഥാനം നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടിരുന്ന കാര്യം നമ്മുടെ +1 NCERT ചാപ്റ്റർ 2 ഉണ്ട്, രണ്ടാമത്തെ ചാപ്റ്റർ റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു ക്ലാസ് ഉണ്ട്. ഈ ഒരു ക്ലാസ് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ക്ലാസ് കേൾക്കേണ്ടിയിരുന്നത്. പക്ഷെ അത് പറ്റിയില്ല. ഇന്ന് ലക്ഷ്മി മിസ്സിന്റെ മലയാളം ക്ലാസ് ആയിരുന്നു. ആ മലയാളം ക്ലാസ്സിന് പകരമായിട്ട് എനിക്ക് എടുക്കേണ്ട വന്നതാണ്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ വായിച്ചിട്ട് പറയാനുള്ള സാവകാശം എനിക്ക് കിട്ടിയിട്ടില്ല. കുഴപ്പമില്ല, നമുക്ക് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ തന്നെ ക്ലാസ് ആണ്. ആ സമയം കൊണ്ട് നിങ്ങൾ ആ ചാപ്റ്റർ വായിച്ചാലും മതി. ഓക്കെ. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യുന്ന ടാസ്ക് ആ ഒരു ചാപ്റ്റർ വായിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ആ ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കില്ല ഞാൻ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് അറിയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ഞാൻ പറയും. അതിൽ നിന്ന് ഞാൻ പഠിപ്പിക്കുന്നതിനാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുക. ബാച്ച് 1 ഞാനത് ഓൾറെഡി എടുത്ത ഒരു ക്ലാസ് ആണ്. അവർക്ക് അതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു കൊടുത്തു. അതിന്റെ തൊട്ട് പിറ്റേ ദിവസം ആ LSGSന്റെ പരീക്ഷ നടന്നു. ഞാൻ എന്ത് പഠിപ്പിച്ചോ അത് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർക്ക് കിട്ടി. ആ 15(3) ആർട്ടിക്കിളും 12(2) ഇതൊക്കെ ക്ലോസുകളും കാര്യങ്ങളെല്ലാം ഞാൻ അവർക്ക് പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് എങ്ങനെയാണ് അതിൽ നിന്ന് എടുക്കുക, ക്വസ്റ്റ്യൻ പിക്ക് ചെയ്യുക എന്നൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സെയിം ക്ലാസ് ആണ് ഇപ്പം നിന്ന് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓക്കെ. അപ്പൊ ഈ ഒരു ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് PSC പരീക്ഷ എടുത്തു കഴിഞ്ഞാലും ഹൈലി റിവാർഡിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ളത്. അത്രയധികം പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈ ഒരു ഭാഗത്തിന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ എന്താണ് ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ളതാണ് നമുക്ക് ആദ്യം തന്നെ നോക്കേണ്ട കാര്യം. നമുക്കറിയാം, മൗലിക അവകാശങ്ങൾ എന്നുള്ളതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ മലയാളം ടൈം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് വേണ്ട എന്തൊക്കെയോ അവകാശങ്ങളാണ് എന്നുള്ളത് നമുക്ക് മലയാളം ടൈം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു ഫസ്റ്റ് ഒരു ചോദ്യം തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ എല്ലാവരും കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർക്കാണ് കിട്ടുക? ഇന്ത്യയിലുള്ള ആർക്കാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് കിട്ടുക? നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കിയേ. എന്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയായിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആലോചിക്കാൻ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ പറയുന്നുണ്ടാവും. അപ്പൊ നമ്മൾ കൂടി നമ്മുടെ ബ്രെയിൻ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നിങ്ങളൊന്ന് ആക്റ്റീവ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പൗരന്മാർക്ക്, ഇന്ത്യൻ സിറ്റിസൺസ്, ഇന്ത്യൻ പൗരനായിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള കാര്യം. ഇവിടെ ഇപ്പോൾ ഒരുപാട് പേര് നിങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം വന്നു. അപ്പൊ ഇത്രയും പേരിൽ ഇതിനു മുമ്പ് LDC എഴുതിയിട്ടുള്ള എത്ര പേരുണ്ട്? ഈ ആൻസർ ചെയ്തവരിൽ എത്ര പേര് LDC എഴുതി? ഒന്ന് ആൻസർ ചെയ്തേ. ഇപ്പൊ ആൻസർ ചെയ്ത് എല്ലാവരും LDC എഴുതിയവരാണ്, പഠിച്ച് LDC എഴുതിയ കുട്ടികളാണ്. അപ്പൊ ഈ കുട്ടികൾ എല്ലാവരും പറഞ്ഞ കാര്യം ഇന്ത്യൻ സിറ്റിസൺസിനാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ളത് ആണ് അവർ പറഞ്ഞ ആൻസർ. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാവർക്കും മൈനസ് അടിച്ചു എന്നുള്ളതാണ്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ളത് ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമല്ല, ഇന്ത്യയിലുള്ള ഏതൊരാൾക്കും കിട്ടുന്ന ഒരു കാര്യമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. PSC ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നിങ്ങളോട് ചോദ്യം വരും, ഫണ്ടമെന്റൽ റൈറ്റ്സ് താഴെ പറയുന്നതിൽ ആർക്കൊക്കെ ഉള്ളതാണ് എന്ന് ചോദ്യം വരും. അപ്പൊ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇന്ത്യൻ ബൗണ്ടറി, ഇന്ത്യൻ ടെറിട്ടറിയുടെ ഉള്ളിലുള്ള ഏതൊരു മനുഷ്യനും ഏതൊരു ഇൻഡിവിജ്വലിനും വേണ്ട ഒരു കാര്യമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം. എന്താണ് പറഞ്ഞത്? ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമല്ല, ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമായിട്ടുള്ള ഒരു 5 ആർട്ടിക്കിളേ ഉള്ളൂ. ബാക്കിയുള്ള ആർട്ടിക്കിളുകളെല്ലാം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമല്ല, ഇന്ത്യയിലുള്ള ഏതൊരു ഇന്ത്യൻ ഇൻഡിവിജ്വൽ എന്നുള്ള ഒരു നോൺ സിറ്റിസൺസിനെയും പരിഗണിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഏറ്റവും ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ ഈ ടൂറിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ആളുകൾ ഇന്ത്യയിലെ ആൾക്കാർ വരും. അപ്പൊ ഇന്ത്യയിലെ ആൾക്കാർ വരുന്ന സമയത്ത് അവർക്കും കിട്ടൂലേ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോൾ വിദേശികൾക്ക് ഇവിടെ സഞ്ചരിക്കാനും ഇതിനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം ഇല്ലേ? അവരെ ആരെങ്കിലും റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ടോ? എവിടെ വേണേലും ടൂർ പോകാനുള്ള അവകാശം അവർക്കുണ്ട്, എവിടെയും താമസിക്കാനുള്ള അവകാശം അവർക്കുണ്ട്, എങ്ങനെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തൊഴിൽ ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പൊ അങ്ങനെ ഏതൊരു തൊഴിൽ ചെയ്യാനും എന്ത് ആവശ്യങ്ങൾക്കായാലും അല്ലെങ്കിൽ മൗലികമായിട്ടുള്ള അവകാശങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമല്ല, ഇന്ത്യയുടെ ആ ടെറിട്ടറിയുടെ ഉള്ളിലുള്ള ഏതൊരാൾക്കും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ കൺസിഡേഴ്സ് നോൺ സിറ്റിസൺസ് ടു. കാര്യം മനസ്സിലായോ? ബേസിക്സ്, ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ. ഇത് ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞ കാര്യം ഞാൻ പറയുന്നുണ്ട്, ഈ ഒരു ചാപ്റ്റർ അത്രയധികം ഇമ്പോർട്ടന്റ് ആണ് എന്ന് ഞാൻ പറയുന്നുണ്ട്.
ബാച്ച് 2 ഞാൻ ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുത്ത സമയത്ത് ബാച്ച് 1 ആ കുട്ടികൾക്ക് ഉണ്ടായിരുന്ന സംശയമാണ്, ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കേണ്ടതുണ്ടോ, സാർ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട്, അത് എന്തുകൊണ്ടാണ് സാർ ഇത്രയധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ കാര്യം ഇതാണ്, ഇത് ഈ ടോപ്പിക് അത്രയധികം റെലവെന്റ് ആണ്, അത്രയധികം ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇത്രയധികം എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് പറയുന്നതും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇതേ രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാനും പറ്റും, കാണുകയും ചെയ്യും. ഇനി വരുന്ന പരീക്ഷകൾക്ക് നിങ്ങൾ കാണും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്കിന് ഇത്രയധികം സമയം എടുക്കുന്നതും. അപ്പൊ അത് ബോറടിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുക, എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരും, അതും മനസ്സിലാക്കി എടുക്കുക. നോട്ട് വായിക്കുന്നവർക്ക് ഒരു കാരണവശാലും ഈ പറയുന്ന കാര്യങ്ങളൊന്നും പിക്ക് ചെയ്യാൻ പോലും പോയിട്ട് ഒരു ഐഡിയ പോലും കിട്ടില്ല, എവിടെ നിന്നാ ചോദ്യം വന്നിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ആ ചോദ്യം വന്നിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഭരണഘടനയിൽ എവിടെയാണ് ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള കാര്യം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ഇത് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കേണ്ട കാര്യം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഈ പറയുന്ന ഓരോരോ ആർട്ടിക്കിളുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ആർട്ടിക്കിൾക്ക് മുമ്പ് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്, അതായത് പാർട്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പാർട്ട് 3 നമുക്ക് ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ളത് കാണാൻ പറ്റുക. ഭാഗം 3. ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ, അതായത് വകുപ്പ്, അനുച്ഛേദം എന്നൊക്കെ പറയുന്ന ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെയാണ് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള ഒരു ഭാഗം വരുന്നത്. നമുക്ക് ഇതിനകത്ത് ഓരോ ആർട്ടിക്കിളുകളെ എടുത്ത് പഠിക്കേണ്ടതുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അതിനകത്ത് വരുന്നത് ആർട്ടിക്കിൾ 14 തൊട്ട് 32 വരെയാണ്. അതിനകത്ത് മൊത്തം നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കൂടിയും ഈ പറയുന്ന ഞാൻ പഠിപ്പിക്കും നിങ്ങളെ, അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങൾ അതിന്റെ ഒപ്പം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ച് നിങ്ങൾക്ക് പോകാൻ പറ്റും. നോട്ട്സ് വായിക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ട് 14 തൊട്ട് 35 വരെ. പക്ഷെ LSGSന്റെ പരീക്ഷയ്ക്ക് ചോദിച്ചത് 12 12 ചോദിച്ചു. എന്താണ് സ്റ്റേറ്റ് എന്നുള്ളതിന്റെ നിർവചനം ആർട്ടിക്കിൾ 12 ചോദിച്ചു. ഓക്കെ ഓക്കെ അപ്പൊ ഇനി അടുത്തൊരു കാര്യം നമുക്ക് നോക്കാം. എന്താണ് അവകാശങ്ങൾ, അല്ലെങ്കിൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? എന്താ ശരിക്കും പറഞ്ഞ അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ അത് ആ ഒരു കൺസെപ്റ്റിൽ വരുന്ന സമയത്ത് എന്താണ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ? ഒന്ന് നോക്കുക, നമുക്കൊരു ഗവൺമെന്റ് ഉണ്ട്, നമുക്കൊരു സ്റ്റേറ്റ് ഉണ്ട്, സ്റ്റേറ്റ്, സൊസൈറ്റി, ഇതൊക്കെ ഞാനൊരു ഫസ്റ്റ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്ലാസിന്റെ റെക്കോർഡ്, അതായത് ആ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് അതിന്റെ റെക്കോർഡ്സ് കണ്ടവർക്ക് അറിയാം സ്റ്റേറ്റ് എന്താന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്താ സ്റ്റേറ്റ്? നിങ്ങൾ ക്ലാസ് കേട്ടവരാണല്ലോ. സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താ? ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്? ടെറിട്ടറി, പീപ്പിള്, രണ്ടെണ്ണം കൂടി ഉണ്ടല്ലോ. ടെറിട്ടറി, പീപ്പിള്, ഗവൺമെന്റ്, ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. ഗവൺമെന്റ്, സോവറിനിറ്റി. ഓക്കെ, അപ്പൊ ഈ 4 കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ച ഒരു കാര്യമാണ് നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റിനെതിരെയായിട്ട്, സ്റ്റേറ്റിനോ അല്ലെങ്കിൽ സൊസൈറ്റിക്കോ എതിരെയായിട്ട് ഇൻഡിവിജ്വൽസ് ക്ലെയിം ചെയ്യുന്ന സർട്ടൻ കാര്യങ്ങളെയാണ് നമ്മൾ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്റ്റേറ്റ് എന്തെങ്കിലും നമുക്കെതിരെ, നമുക്ക് അനുകൂലമല്ലാത്ത നമ്മുടെ കുറെ കാര്യങ്ങളൊക്കെ ഹനിക്കുന്ന തരത്തിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനെതിരെ നമ്മൾ ക്ലെയിം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൈറ്റ്സ് എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യും? ഈ ഒരു സ്റ്റേറ്റ് തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാൽ അതിനെതിരെയായിട്ട് നമുക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ റൈറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്നെങ്കിൽ എന്താ? റൈറ്റ് ടു ലൈഫ്, നമ്മുടെ ജീവിക്കാനുള്ള അവകാശം, നമ്മുടെ വോട്ട് ചെയ്യാനുള്ള അവകാശം, ഇതൊക്കെ നമുക്ക് ഈ റൈറ്റ്സ് എന്നുള്ള ഒരു കാര്യത്തിൽ വരുന്നതാ. അതായത് നമുക്കിപ്പോ ഗവൺമെന്റ് മോശം കാണിക്കുകയാണെങ്കിൽ നമുക്ക് വോട്ട് ചെയ്ത് ആളുടെ അധികാരം കളയാനുള്ള അവകാശം നമുക്കുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളുടെ അവകാശങ്ങൾ, നമ്മളെന്തെങ്കിലുമൊക്കെ അവർ തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാൽ അതിനെതിരായിട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തിനാണ് നമുക്ക് ഈ റൈറ്റ്സ് ആവശ്യമുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തിനായിരിക്കും നമുക്ക് ഈ പറയുന്ന റൈറ്റ് ടു ലൈഫും റൈറ്റ് ടു വോട്ടും ഇതൊക്കെ തന്നിരിക്കുന്നത് എന്തിനായിരിക്കും? നിങ്ങൾ ഉത്തരങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ആലോചിച്ചിട്ടൊന്ന് ജസ്റ്റ് അതൊന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്ക്. ഒളിച്ചിരുന്നവര് അല്ലെങ്കിൽ ആലോചിക്കാത്തവർ ഒരിക്കലും പരീക്ഷകൾ പാസ്സായിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ ചിന്ത എവിടെയൊക്കെ വരെ പോകുന്നുണ്ടെന്നൊന്നും അറിയാം. അവകാശങ്ങൾ നേടിയെടുക്കാൻ. അവകാശങ്ങൾ എന്തിനാ നേടിയെടുക്കുന്നത്? അവകാശങ്ങൾ നേടിയെടുക്കാനാണ്. അത് എന്തിനാണ്? ഗുഡ് ആൻഡ് സേഫ് ലിവിങ്. അതാണ് ശരി. അതായത് നമുക്കൊരു
അഭിമാനമുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ അന്തസ്സുള്ള ഒരു ജീവിതം ജീവിക്കാനായിട്ടാണ് നമുക്ക് ഈ പറയുന്ന അവകാശങ്ങളുടെ ആവശ്യമുള്ളത് എന്നുള്ള കാര്യം ആണ്. ഇത്രയാണ് നമുക്ക് ഈ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമുക്ക് ആവശ്യമുള്ളത്. ഇത്രയും ഞാൻ പറഞ്ഞതിൽ നിന്ന് എന്താണ് അവകാശങ്ങൾ, എന്തിനാണ് അവകാശം ഉള്ളത്, അല്ലെങ്കിൽ എന്തിനാണ് അവകാശം എന്നുള്ളൊരു കാര്യം മനസ്സിലായോ? ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം ഇനിയുള്ള ക്ലാസ്സിൽ ഫുള്ള് നമുക്ക് പോവാനായിട്ട്. ഓക്കെ, ശരി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ റൈറ്റ്സിന് നമുക്ക് ഒരു 5 കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും. PSCയുടെ ചോദ്യം വന്നിട്ടുള്ള ഒരു മേഖലയാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ എന്താണ് റൈറ്റ്സിനെ നമുക്ക് തിരിക്കാനായിട്ട് പറ്റും. ഏതൊക്കെയാ? നാച്ചുറൽ റൈറ്റ്സ്, നാച്ചുറൽ റൈറ്റ്സ്, നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറയും. രണ്ടാമത്തെ ഹ്യൂമൻ റൈറ്റ്സ്, നാച്ചുറൽ റൈറ്റ്സ്, ഹ്യൂമൻ റൈറ്റ്സ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയും. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ഉണ്ട്, ലീഗൽ റൈറ്റ് ഉണ്ട്. ഇത്രയാണ് നമുക്ക് ഉള്ള റൈറ്റ്സ് എന്ന് പറയുന്നതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. കുറച്ച് 5 ടൈപ്സ് ഓഫ് റൈറ്റുകൾ നമ്മൾ ഇപ്പോൾ പഠിക്കും. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നൊക്കെ. ഇത് PSCയുടെ ചോദ്യം ഉണ്ട് കേട്ടോ. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ലീഗൽ റൈറ്റ്, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഹ്യൂമൻ റൈറ്റ്, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് നാച്ചുറൽ റൈറ്റ്. ഇങ്ങനെയൊക്കെ PSC ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചോദിക്കാറുണ്ട്. ഡിഗ്രി ലെവലിലാണ് അത് മിക്കവാറും റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യമായിട്ട് മാറാറുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എന്താണ് നാച്ചുറൽ റൈറ്റ്? നിങ്ങളുടെ ഒരു ആൻസർ, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുമ്പോൾ എന്താണ് നാച്ചുറൽ റൈറ്റ് എന്നുള്ളതിന് കിട്ടുന്നത് എന്താണ് എന്നുള്ളതൊന്ന് ആൻസർ ചെയ്ത് നോക്കി. എന്താണ് നാച്ചുറൽ റൈറ്റ്? PSCയുടെ കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ബൈ ബർത്ത്, ബൈ ബർത്ത് എന്ന് പറഞ്ഞത് എന്താ? ഇവിടെ വരുന്ന കമന്റുകളാണ് കേട്ടോ ഞാൻ പറയുന്നത്. ബൈ ബർത്ത് എന്ന് പറഞ്ഞു. ബൈ ബർത്ത് എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്ത് നോക്കിയേ. നിങ്ങളുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. അഭിപ്രായം പറയാനും ജീവിക്കാനും, അതല്ല നാച്ചുറൽ റൈറ്റ്. ഈ നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മനാൽ കിട്ടുന്നത് അങ്ങനെ അല്ല. ശരിക്കും പറഞ്ഞ ജന്മന കിട്ടുന്നത് എന്നല്ല. എന്താണ് നമ്മള് ശരിയാണ്, ജന്മനാൽ കിട്ടുന്നത് എന്നുള്ളതിനുപരി നമ്മൾ ഒരു സ്ഥലത്തും എഴുതി വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഇങ്ങനത്തെ റൈറ്റ്സുകൾ. അതായത് നമ്മൾ ഒരു കസ്റ്റം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ഇതൊക്കെ മനുഷ്യ സഹജമാണ്. ഒരു മനുഷ്യനുണ്ടായപ്പോ തൊട്ട് ഇങ്ങനെ കൈമാറി കൈമാറി വന്നിട്ടുള്ള അധികാരങ്ങൾ, അതായത് നേച്ചറിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള കാര്യങ്ങൾ. ഇതിങ്ങനെയാണ്, കീഴ്വഴക്കങ്ങളാണ്. അതൊരു സ്ഥലത്തൊന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ല. പക്ഷെ അങ്ങനത്തെ സെർട്ടൺ റൈറ്റ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് എല്ലാ ദിവസവും കുളിക്കണം. അല്ല, അത് നമ്മുടെ റൈറ്റ് അല്ല, അത് മറ്റവന്റെ അപ്പുറം റൈറ്റ്. അല്ലെങ്കിൽ ഭയങ്കര മണമായിരിക്കും. അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങൾ, അതായത് പറഞ്ഞൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. അതായത് നമുക്ക് ഈ പറഞ്ഞ ഒരു സ്ഥലത്തും എഴുതിയൊന്നും വെച്ചിട്ടില്ല, പക്ഷെ അത് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള നമ്മുടെ ഒരു ജനനം മുതലേക്കുള്ള ഒരു നമ്മൾ ഫോളോ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ, മനുഷ്യന് ആവശ്യമുള്ള കുറെ കാര്യങ്ങളെയാണ് നമ്മൾ ഈ പറയുന്ന ഒരു നാച്ചുറൽ റൈറ്റ് എന്നുള്ള ഒരു കാര്യത്തിൽ പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഹ്യൂമൻ നേച്ചർ പ്രകാരമായിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെയാണ് ഈ പറയുന്ന നാച്ചുറൽ റൈറ്റ്സ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. അതൊരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ടാവില്ല. അത് നമുക്ക് തന്നെ ഇതൊക്കെ ചെയ്യണമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ വേണ്ട. ഇപ്പൊ ഒരു ദിവസം കുളിച്ചില്ല എന്ന് വെച്ചിട്ട് എന്താ കുഴപ്പം? പക്ഷെ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞ നാച്ചുറൽ റൈറ്റ്സ്. അതൊരു അവകാശമാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോരേണ്ട കാര്യങ്ങളാണ് എന്നുള്ള രീതിയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ ഈ നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഹ്യൂമൻ റൈറ്റ്സ്. ഈ നാച്ചുറൽ റൈറ്റിൽ നിന്ന് ഹ്യൂമൻ റൈറ്റ്സിലേക്ക് വരുമ്പോ എന്താ അതിനകത്തുള്ള വ്യത്യാസം? ഒന്ന് ആലോചിച്ച് നോക്കി. നാച്ചുറൽ റൈറ്റ്സ് എന്ന് ഞാൻ പറഞ്ഞു ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഈ ഹ്യൂമൻ റൈറ്റ്സിലേക്ക് വരുമ്പോ എന്താ വ്യത്യാസം? എഴുതിയിട്ടുണ്ട്. എവിടെ എഴുതിയിട്ടുണ്ട്? എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? എഴുതിയിട്ടുണ്ടെന്ന് അമൃത പറഞ്ഞു. എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? എന്ത് കോൺസ്റ്റിറ്റ്യൂഷനില്? അത് ഞാൻ പറയാം. നമ്മുടെ ലോകത്തില് ഈ പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യമല്ല, പൊതുവേ ഉള്ള കാര്യമാണ് ഈ പറയുന്നത്.
നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളത് UN, നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് എഴുതി തയ്യാറായിട്ടുള്ള സെർട്ടൺ റൈറ്റ്സ് ഉണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയും. ആ കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. UN എഴുതി തയ്യാറാക്കിയിട്ടുള്ള കാര്യങ്ങൾ, UN ചാർട്ടർ, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അതായത് UN ഈ പറയുന്ന മനുഷ്യന്റെ അവകാശങ്ങളിൽ പെടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള ആ പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? നാച്ചുറൽ റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടില്ല, നമ്മൾ ജന്മന ഈ പറയുന്ന കസ്റ്റംസ് ഒക്കെ എടുത്തു വെച്ചിട്ട് നമ്മൾ ഫോളോ ചെയ്ത് പോരുന്നു. രണ്ടാമത്തെ സെറ്റ് ഈ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ്, അത് എഴുതി വെച്ചിട്ടുണ്ട്. എവിടെ എഴുതി വെച്ചേക്കുന്ന? UN എഴുതി, UN ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള ഒരു പേരിൽ നമ്മൾ എഴുതി വെച്ച് എല്ലാ രാജ്യക്കാരും ഫോളോ ചെയ്ത് പോരുന്നതായിട്ടുള്ള റൈറ്റ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ് എന്താ? മൂന്നാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താ? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞു നോക്കി, എന്താ ഫണ്ടമെന്റൽ റൈറ്റ്സ്? ആലോചിച്ച് നോക്കിയേ. ആ, ഇവിടെയാണ് അമൃത പറഞ്ഞ കാര്യം ശരിയാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അതെന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള കണ്ടന്റ് അല്ല ഞാൻ ചോദിക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് അതിന്റെ ഉള്ളിലുള്ളത് എന്താണെന്നല്ല ഞാൻ ചോദിക്കുന്നത്. എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? അതായത് നാച്ചുറൽ റൈറ്റ്സ് ഒക്കെ പോലെ, നാച്ചുറൽ റൈറ്റ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് പോലെ അതിന് കൊടുക്കാൻ പറ്റുന്ന ഡെഫിനിഷൻ എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് നാച്ചുറൽ റൈറ്റ്സ് ഒരു സ്ഥലത്ത് എഴുതിയൊന്നും വെച്ചിട്ടില്ല, ഹ്യൂമൻ റൈറ്റ്സ് UN എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫണ്ടമെന്റൽ റൈറ്റ്സ് അപ്പൊ എന്താ സംഭവം? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള റൈറ്റ്, ഈ പേരിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള പേരിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഈ പേര് കാണില്ല. അപ്പൊ ഈ ടൈപ്പ് ഓഫ് റൈറ്റ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റൈറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുള്ള റൈറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതായത് പാർട്ട് 3 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുള്ള റൈറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള പേരിൽ പറയുന്നത്. ബാക്കിയുള്ള രാജ്യങ്ങളുടെയൊക്കെ ബിൽ ഓഫ് റൈറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വേറെ വേറെ പേരുകളൊക്കെയാണ് അറിയപ്പെടുന്നത്. നമുക്കാണ് ഈ പറയുന്നത് ഫണ്ടമെന്റൽ എന്നുള്ള ടേം വെച്ചിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കാറ്റഗറി ഉണ്ട്. എന്താ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ്? ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ് എന്താണ്? ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ട്. ഇതാണ് ഇപ്പൊ സംശയം വരെ. എന്താണ് അപ്പോ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്? കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് അല്ല. അത് ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് എന്ന് പറയാം, പക്ഷെ എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സും ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ല. ഇതാണ് നമുക്ക് വരുന്ന ഡൗട്ട്. അപ്പൊ എന്താ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റും ഫണ്ടമെന്റൽ റൈറ്റും ഇതെല്ലാം സെയിം അല്ലേ എന്നൊക്കെ തോന്നും. അങ്ങനെയല്ല. ഫണ്ടമെന്റൽ റൈറ്റ് ഒഴികെയുള്ള ബാക്കിയുള്ള റൈറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൈറ്റ് ടു വോട്ട്, വോട്ട് ചെയ്യാനുള്ള അവകാശം, അത് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വരുന്നതാണോ? സ്വത്തിനുള്ള അവകാശം, അത് ഫണ്ടമെന്റൽ റൈറ്റിൽ വരുന്നതാണോ? അല്ല. അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ വേറെ ഭാഗത്ത് കിടക്കുക. വേറെ ആർട്ടിക്കിൾ പ്രകാരം ഈ പറയുന്ന റൈറ്റ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 325, 326 ഒക്കെ നോക്കുന്ന സമയത്ത് യൂണിവേഴ്സൽ സഫറേജിന്റെ കാര്യങ്ങളൊക്കെ പറയുന്ന, ആ വോട്ടിന്റെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്താണ് ഇത് അവിടെ വരുന്നത്. അപ്പൊ അങ്ങനെ വേറൊരു ആർട്ടിക്കിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളിൽ വരാത്ത കാര്യങ്ങളാണ് ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റിന്റെ അകത്ത് വരുന്നത്. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് ഇപ്പോ ഈ പറയുന്ന ഒരു പൊളിറ്റിക്കൽ റൈറ്റിലേക്ക് ഒന്നും നിങ്ങൾ പോകണ്ട. നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റും ലീഗൽ റൈറ്റും പഠിക്കുക. അത് അടുത്ത കാര്യം. ലീഗൽ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇതും കൂടി ഉണ്ട്. അപ്പൊ ഈ റൈറ്റ് ടു വോട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. പൊളിറ്റിക്കൽ റൈറ്റ് ഒക്കെ അതൊക്കെ വേറെ, പൊളിറ്റിക്സിന്റെ ഒന്നും ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. നമുക്ക് വേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചാൽ മതി. ഓക്കെ. അപ്പോ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റും എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി ഒരു കാര്യം കൂടിയാണ് നമുക്കുള്ള ലീഗൽ റൈറ്റ്. എന്താ ലീഗൽ റൈറ്റ് എന്ന് വെച്ചാൽ? റൈറ്റ് ലംഘിച്ചാൽ കോടതിയെ സമീപിക്കാം എന്നുള്ളതല്ല ലീഗൽ റൈറ്റ്. ലീഗൽ റൈറ്റ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ് ലംഘിച്ചു കഴിഞ്ഞാൽ കോടതിനെ സമീപിക്കാൻ പാടില്ലേ? നിയമപരമായി കിട്ടുന്നത് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല, നിയമപരം അത് അതിന്റെ വെറുതെ നിങ്ങൾ ടൈം വെച്ചിട്ട് പറയുന്നല്ലേ, ലീഗൽ എന്നുള്ള വാക്കി എന്ന് പറയുന്നല്ലേ. എന്താണ് സംഭവം? ഇപ്പൊ ഞാൻ പറയാം, ഒരു
RTI ആക്ട് നിങ്ങളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? RTI ആക്ട് ഒരു ലീഗൽ ആക്ട് ആണെന്ന് പറയും. RTI ആക്ട് ഒരു ലീഗൽ റൈറ്റ് ആണെന്ന് പറയും. എന്താ ലീഗൽ റൈറ്റ് അപ്പോ അങ്ങനെയാണെങ്കിൽ? ഈ RTI ആക്ട് എന്നാ വന്നേക്കുന്നത്? ബൈലോ എല്ലാം നേടിയെടുക്കാന്നേ, ലീഗൽ റൈറ്റ് ആവണമെന്നില്ല. RTI ആക്ട് നിങ്ങൾ എല്ലാവരും പഠിച്ച് 2005. 2005 അത് എങ്ങനെയാ വന്നേക്കുന്നത്? RTI ആക്ട് എന്നുള്ളൊരു പേര് തന്നെ നോക്കിയേ. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. അതൊരു ആക്ട് പ്രകാരം അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ഒരു നിയമം വഴിയോ പാർലമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണ് ഈ പറയുന്ന RTI ആക്ട്. RTI ആക്ട് ഞാൻ പറഞ്ഞത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. അതേപോലെ തന്നെ ഒരുപാട് ആക്ടുകളുണ്ട്. ഈ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം വഴിയോ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ട് വഴിയോ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ആക്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീഗൽ റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ബൈ നിയമം, ബൈ ലോ പ്രകാരം ഈ പറയുന്ന എന്തെങ്കിലും ഒരു ആക്ടോ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടോ ഒക്കെ പ്രകാരം ആയിട്ട് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങളെയാണ് നമ്മൾ ലീഗൽ റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റും ലീഗൽ റൈറ്റും ഒക്കെ സെയിം, ആ ഒരു കൺസെപ്റ്റിൽ പറയുമ്പോൾ സെയിം ആണെങ്കിൽ കൂടിയും ഇത് എല്ലാം ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട് എങ്കിൽ കൂടിയും എല്ലാം ഡിഫറെന്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ പറയുന്ന താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ലീഗൽ റൈറ്റ്, താഴെ തന്നിരിക്കുന്ന ഏതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം വരും. റൈറ്റ് ടു വോട്ട് ഈസ് എ ലീഗൽ റൈറ്റ് ആണോ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണോ? ഇതാണ് PSC കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. എന്തുകൊണ്ടാണ് അത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയത്? കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ടുള്ള ആർട്ടിക്കിൾ പ്രകാരം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട് ആയത്. നേരെ മറിച്ച് RTI ആക്ട് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. ഫുഡ് സെക്യൂരിറ്റി ആക്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഇങ്ങനെയുള്ള ഒരുപാട് ആക്ടുകളും കാര്യങ്ങളൊക്കെ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റില്ല. അങ്ങനെ നമുക്ക് നൽകുന്ന കുറച്ച് അവകാശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീഗൽ റൈറ്റ് എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നാച്ചുറൽ റൈറ്റ്സ് എന്താന്നുള്ളത് മനസ്സിലായി, ഹ്യൂമൻ റൈറ്റ്സ് എന്താന്നുള്ളത് മനസ്സിലായി, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താന്നുള്ളത് മനസ്സിലായി, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്താന്നുള്ളത് മനസ്സിലായി, ലീഗൽ റൈറ്റ് എന്താന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ക്ലിയർ ആയോ? എന്തൊക്കെയാണ് കാര്യങ്ങൾ, എവിടേക്കാണ്, എങ്ങനെയൊക്കെയാണ് അതിന്റെ ഡിസ്റ്റിങ്ഷൻ വരുന്നതെന്നൊക്കെ മനസ്സിലായോ? തെറ്റിക്കരുത് കേട്ടോ, കാരണം ഇത് ഇങ്ങനെ തന്നെ ചോദ്യം വരും. PSCയുടെ ചോദ്യമാണ് ഇതിപ്പോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് അരച്ചു കലക്കി ഞാൻ ഈ പറയുന്നത് ഇങ്ങനെ തന്നെ ചോദിക്കും എന്നുള്ളത് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ അതിൽ നിന്ന് ഇത് കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കി ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ അറിവിനനുസരിച്ച് നിങ്ങൾ എഴുതേണ്ട ഉത്തരങ്ങളാണ്. ബാക്കി ഇപ്പൊ ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ട് തരുന്നത് വേറെ ഏതെങ്കിലുമൊക്കെ ഇതായിരിക്കും, ആർട്ടിക്കിൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ ലീഗൽ റൈറ്റ് ആണോ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണോ എന്നൊക്കെ ചോദിച്ചു തരുന്നത്. അപ്പൊ അത് ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചോളണം. അത് എനിക്ക് എല്ലാം ഒന്നും നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പറ്റില്ല. ഈ ഒരു മെന്റാലിറ്റിയിൽ വേണം അത് വായിക്കാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെറ്റ് ഇതിനകത്തേക്ക് പോവാം. നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് പോവാം. അപ്പൊ ഇത് ഞാൻ റൈറ്റ് ടു വോട്ട് എന്താന്നുള്ളത് ഞാൻ ഇപ്പൊ ഈ ക്ലാസ്സിൽ തന്നെയല്ലേ പറഞ്ഞത് സുൽഫ? പിന്നെന്താണ് സംശയം? ഓക്കെ, അടുത്തത് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇത്ര 5 സെറ്റ് റൈറ്റ്സ് നമ്മൾ നോക്കി, എന്തൊക്കെയാന്ന് നോക്കി. ഇതിനകത്ത് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള മൂന്നാമത്തെ കാര്യമാണ്. നമ്മൾ ഏറ്റവും ഫസ്റ്റ് തന്നെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഈ പറയുന്ന എന്ത് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത്. ഈ ഫണ്ടമെന്റൽ റൈറ്റ് എവിടെ നിന്നാണ് കടമെടുത്തതെന്ന് അറിയോ? ഏത് രാജ്യത്തു നിന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ് കടമെടുത്തത്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അമേരിക്കയുടെ അവരുടെ കുറച്ച് അവകാശങ്ങളുണ്ട്. ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയും. ബിൽ ഓഫ് റൈറ്റ്സ് കുറച്ച് വളരെ ചെറിയൊരു കാര്യമാണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞ കാര്യം. അപ്പൊ ഈ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസ് കടമെടുത്തത്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊളിറ്റിക്കൽ ഡെമോക്രസീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് എന്ന് നമുക്ക് പറയാം. ഇപ്പൊ ഈ പറഞ്ഞ ആൾക്കാരില്ലേ, ഈ ഗവൺമെന്റ് നമുക്കെതിരെ തോന്നിവാസങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവർക്കെതിരായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കുറച്ച് ടൂൾസിനെയാണ് നമ്മൾ ഈ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് നമ്മളെ പൊളിറ്റിക്കൽ ഡെമോക്രസീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി നമ്മൾ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ ടേം ഒന്ന് അവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. പൊളിറ്റിക്കൽ ഡെമോക്രസി. പൊളിറ്റിക്കൽ ഡെമോക്രസി എന്താ?
ഈ പറഞ്ഞ കാര്യം തന്നെ രാഷ്ട്രീയക്കാർ അധികാരം കൂടുതൽ കാണിക്കുന്ന സമയത്ത് അതിനെ നമ്മൾ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ടൂളിനാണ്, അല്ലെങ്കിൽ ആ ഒരു വേർഡിങ്ങിനെയാണ് നമ്മൾ ഈ പൊളിറ്റിക്കൽ ഡെമോക്രസി എന്നുള്ള ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് വലിയ ആളാകുന്നത് അതിൽ നിന്ന് തടയുന്നു. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്ന് നോക്കി, ആ പറയുന്ന രാഷ്ട്രം നമ്മളെ കവച്ചു വെക്കുന്നത്, നമുക്കെതിരെ തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാൽ അതിനെതിരായിട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ള കാര്യങ്ങളെയാണ് നമുക്ക് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ റൈറ്റ്സ് ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യാനായിട്ട് പറ്റും. സുപ്രീം കോടതിക്ക് നേരിട്ട് ഇടപെടാനായിട്ട് ഉള്ള അനുവാദം ഉണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അടുത്തൊരു പ്രത്യേകത. അതൊന്ന് എഴുതി വെച്ചേക്കാം, സുപ്രീം കോടതിക്ക് നേരിട്ട് ഇടപെടാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമുക്ക് ഉള്ളതെന്നുള്ളതാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിക്സ്, കുറച്ച് സെറ്റ് ഓഫ് ബേസിക് റൈറ്റ് ആണ്. അത് എവിടെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് നമ്മൾ പഠിച്ചു. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് കടമെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സിന് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു. ഇത് പൊളിറ്റിക്കൽ ഡെമോക്രസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സ്റ്റേറ്റ് എന്താണ്, അധികാരം കാണിക്കാൻ വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. സുപ്രീം കോടതിക്ക് നേരിട്ട് ഇടപെടാം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു ഇക്വാളിറ്റി ആണ്. റൈറ്റ് ടു ഇക്വാളിറ്റി, റൈറ്റ് ടു ഇക്വാളിറ്റി എന്താ മലയാളം റൈറ്റ് ടു ഇക്വാളിറ്റിയുടെ? സമത്വം. സമത്വം, സമത്വത്തിനുള്ള അവകാശം എന്ന് പറയാം. സമത്വത്തിനുള്ള അവകാശം എന്ന് പറയാം. സൈഡിൽ എഴുതി വെക്കുക, ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ സമത്വത്തിനുള്ള അവകാശം പറയുന്നത്. 14 മുതൽ 18 വരെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 14 മുതൽ 18 വരെയുള്ള ആർട്ടിക്കിളുകൾ എന്ത് കാണിക്കുന്നു, എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഇക്വാളിറ്റി. രണ്ടാമത്തെയാണ് റൈറ്റ് ടു ഫ്രീഡം. അതിന്റെ ഒരു കോഡ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എളുപ്പത്തിന്. ഇപ്പൊ ഇത് ആദ്യം തന്നെ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ മനസ്സിലാക്കുക. റൈറ്റ് ടു ഫ്രീഡം ആണ് രണ്ടാമത്തെ. റൈറ്റ് ടു ഫ്രീഡം. ഫ്രീഡം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വം, സ്വാതന്ത്ര്യം. ഓക്കെ, സ്വാതന്ത്ര്യം അത് 19 തൊട്ട് 22 വരെയാണ് ആർട്ടിക്കിളുകൾ. 19 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിളുകളാണ് എന്ത്, സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം. മൂന്നാമത്തെയാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. അതേതാ? 23, 24. ആർട്ടിക്കിൾ 23, 24 ചൂഷണത്തിനെതിരെയുള്ള അവകാശം, ചൂഷണം. ഓക്കെ, അപ്പൊ സമത്വം 14, 18, സ്വാതന്ത്ര്യം 19, 22, ചൂഷണം 23, 24. അടുത്തത് മതസ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് റിലീജിയൻ. ഫ്രീഡം ഓഫ് റിലീജിയൻ, മതത്തിന്റെ ഏത് ഇഷ്ടപ്പെട്ട മതത്തിലൊക്കെ വിശ്വസിക്കാന്നൊക്കെ ഉള്ള മതസ്വാതന്ത്ര്യം. അത് വരുന്നത് 25-നും 28-നും. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ് മതത്തിന്റെ സ്വാതന്ത്ര്യം വരുന്നത്, മതസ്വാതന്ത്ര്യം വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങൾ. അത് 29, 30 വരുന്നത്. ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ 29, 30. ലാസ്റ്റ് ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശങ്ങൾ, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി, ഭരണഘടനാ പ്രതിവിധി, പ്രതിവിധി റെമഡി 32, ആർട്ടിക്കിൾ 32. ഇത്രയാണ് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ഇത് ഏതൊക്കെയാണ് എന്നുള്ളത് പലപ്പോഴും ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കാറുണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകാനും ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു എളുപ്പവഴി വേണമെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ എഴുതി വെച്ചോ, നിങ്ങൾക്ക് ഒന്ന് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട്. സമത്വം, അപ്പൊ ഫസ്റ്റ് ആർട്ടിക്കിളിന്റെ അതായത് ആദ്യത്തെ ടേംസിന്റെ ഫസ്റ്റ് വേർഡ്സ് എടുത്തു വെച്ചിട്ട് നമുക്കത് കോഡ് ചെയ്യാം. ഇക്വാളിറ്റി, സമത്വം, സ്വാതന്ത്ര്യം, അത് കഴിഞ്ഞിട്ട് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം, മതസ്വാതന്ത്ര്യം, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അപ്പോ സമത്വ, സ്വാതി, ചുമത, വിദ്യ, പ്രതി എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫുള്ള് കിട്ടും. ഏതാണ്? സമത്വ, 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 സ്വാതി, ചുമത, വിദ്യ, പ്രതി. നോക്ക്,
ഇത്രേ ഉള്ളൂ. നമുക്ക് 6 ആർട്ടിക്കിളുകൾ നമുക്ക് കിട്ടും. 6 ആർട്ടിക്കിളല്ല, 6 ഫണ്ടമെന്റൽ റൈറ്റ്സ്. സമത്വ, സ്വാതി, ചുമത, വിദ്യ, പ്രതി. ഇത് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ളത് മാറിപ്പോവില്ല. ഏതാണ് ഏറ്റവും ഫസ്റ്റ് വരുന്നത് എന്നുള്ളത്, ഏതാണ് രണ്ടാമത് വരുന്നത് എന്നുള്ളത്, ഏതാണ് മൂന്നാമത് വരുന്നത് എന്നുള്ളത്, നാലാമത് ഏതാണ്, അഞ്ചാമത് ഏതാണ്, ആറാമത് ഏതാണ്, ഈ ഒരു ഓർഡറിൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കിട്ടും കേട്ടോ. അപ്പൊ സമത്വ, സ്വാതി, ചുമത, വിദ്യ, പ്രതി. ഓക്കെ, അടുത്ത് പറയട്ടെ? കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇതിന്റെ ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ പഠിക്കാനുള്ളത്. നിങ്ങൾ സിമ്പിൾ ആണെന്ന് വിചാരിക്കരുത്. ഇനി ഇതിന്റെ ഓരോ ആർട്ടിക്കിളുകളും നമ്മൾ എടുത്തു വെച്ചിട്ട് നമുക്ക് പറയാം. ഓക്കെ, കഴിഞ്ഞല്ലോ. സമത്വ, സ്വാതി, ചുമത, വിദ്യ, പ്രതി കഴിഞ്ഞല്ലോ. ഓക്കെ, ഇനി ഇതിന്റെ ഞാനൊരു ചെറിയൊരു ഹിസ്റ്ററി പറഞ്ഞുതരാം. ഈ ഹിസ്റ്ററി പറഞ്ഞുതരാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആദ്യമായിട്ടൊക്കെ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു റിപ്പോർട്ട് ഉണ്ട്, നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയും. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് 1928 1928 എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൽക്കട്ടയിൽ വെച്ചിട്ട് ഈ INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഈ പറയുന്ന സമ്മേളനം കൂടിയ സമയത്ത് ഒരു ഓൾ പാർട്ടി, എല്ലാ പാർട്ടിക്കാരെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരു ഓൾ പാർട്ടി കോൺഫറൻസ് നടത്തി. അത് ഏത് വർഷമാണ്? 1928. അപ്പൊ ഈ 1928 ഇവര് ഓൾ പാർട്ടി കോൺഫറൻസ് കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് മോത്തിലാൽ നെഹ്റുവിനെ, അതായത് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛൻ, മോത്തിലാൽ നെഹ്റുവിനെ അധ്യക്ഷനാക്കിയിട്ട് എന്ത് ചെയ്തു? ഒരു കമ്മിറ്റി നിശ്ചയിച്ചു. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ബ്രിട്ടീഷുകാർ നമുക്ക് സ്വാതന്ത്ര്യം തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എഴുതി തയ്യാറാക്കാനായിട്ട് മോത്തിലാൽ നെഹ്റുവിനെ ഏൽപ്പിച്ചു. അതിനകത്ത് മോത്തിലാൽ നെഹ്റു ഒരു 19 ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് ആ റിപ്പോർട്ടിൽ. 1928 പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു ഈ പറഞ്ഞ ഓൾ പാർട്ടി കോൺഫറൻസിൽ അവർ സെലക്ട് ചെയ്തിട്ടുള്ള മോത്തിലാൽ നെഹ്റു സമർപ്പിച്ച റിപ്പോർട്ട് എന്ന് പറയുന്നത്. 19 ഫണ്ടമെന്റൽ റൈറ്റ്. അപ്പൊ ആ ഒരു ടൈം എത്രയാണെന്നുള്ളത് നോട്ട് ചെയ്തോ, 19 ആണ്. 19 ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്ന നെഹ്റു റിപ്പോർട്ടിൽ ഉള്ളത്. അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഈക്വൽ ആയിട്ട് വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുക്കണം, അങ്ങനത്തെ, പിന്നെ യൂണിയൻസ് ഉണ്ടാക്കണം, അങ്ങനത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിനകത്ത് പറഞ്ഞത്. അപ്പൊ ഇത് ഈ പറഞ്ഞ 28 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇത് അംഗീകരിച്ചത് INC 1931 കറാച്ചി സെഷനിൽ വെച്ചിട്ടാണ്. അപ്പൊ അതും കൂടി ഒന്ന് നിങ്ങൾ എഴുതി വെച്ചോ. INC ഇത് അഡോപ്റ്റ് ചെയ്ത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്തത് 1931 കറാച്ചി സെഷനിൽ വെച്ചിട്ടാണ്. കറാച്ചി കേട്ടോ, കറാച്ചി സെഷനിൽ വെച്ചിട്ടാണ് ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്, ഇത് നമുക്ക് അംഗീകരിക്കാം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് 1931 കറാച്ചി സെഷൻ. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ആദ്യമായിട്ടൊക്കെ എവിടെയാണ് അവതരിപ്പിച്ചതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമാണ് ഈ പറയുന്ന കാര്യം. ഓക്കെ, അപ്പൊ അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നുള്ളത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്തോ, നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യും. 31 ആരായിരുന്നു? ഞാൻ മറന്നുപോയി ആരായിരുന്നു എന്നുള്ളത്. ഓക്കെ, ഇവിടെ പട്ടേലാന്ന് പറയുന്നുണ്ട്, എനിക്കത് ഓർക്കുന്നില്ല. ശരി, അടുത്ത് പറയട്ടെ? ഈ പറയുന്ന ഹിസ്റ്ററിയും നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്താന്നുള്ളത് മനസ്സിലായല്ലോ. ഇതിന്റെ അധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് 2016 യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയിൽ. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിന്റെ അധ്യക്ഷൻ ആരായിരുന്നു, ആരാണ് നെഹ്റു കമ്മിറ്റി ഇതിനകത്ത് ഉണ്ടായിരുന്ന മെയിൻ ആള് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നോട്ട് ചെയ്യുക, നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് ജവഹർലാൽ നെഹ്റു അല്ല, മോത്തിലാൽ നെഹ്റു ആണ് അതിനകത്തുള്ള അധ്യക്ഷൻ. ഓക്കെ, അടുത്ത് പറഞ്ഞോട്ടെ? ഓക്കെ, അടുത്തത് ഇനി നമ്മളിപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുവാണ്. ആദ്യം തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആരാണ് ഉപയോഗിക്കുന്നതെന്നും ആർക്കെതിരെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇത് ആരാണ് ഇത് എൻജോയ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇത് അനുഭവിക്കുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആരാ ഉപയോഗിക്കുന്നത്? നിങ്ങൾ പറ. പീപ്പിൾ, ജനങ്ങൾ. ഏത് ജനങ്ങൾ? ഇൻഡിവിജ്വൽസ്. ജനങ്ങൾ മാത്രമല്ല, ഇന്ത്യൻ ജനങ്ങൾ മാത്രമല്ലല്ലോ, പുറമേ നിന്നുള്ള ആൾക്കാരും കൂടി ഇല്ലേ? ഇൻഡിവിജ്വൽസ് ആണ് കേട്ടോ, അത് തെറ്റിക്കരുത്. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഉള്ളിലുള്ള ജനങ്ങളല്ല, ഇന്ത്യൻ സിറ്റിസൺസ് മാത്രമല്ല, ഇൻഡിവിജ്വൽസ് ആണ്, വ്യക്തികളാണ്. ഇന്ത്യയിലെ പൗരന്മാർ മാത്രമല്ല, ഇന്ത്യയിലുള്ള വ്യക്തികളെല്ലാവരും
ഇന്ത്യയുടെ ഉള്ളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉള്ളിൽ ആ ടെറിട്ടറിക്ക് ഉള്ളിൽ നിൽക്കുന്ന ഓരോ ഇൻഡിവിജ്വലും ഓരോ വ്യക്തിക്കും ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻജോയ് ചെയ്യാൻ പറ്റും. അത് ആർക്കെതിരെയാണ് അവർ ഉപയോഗിക്കുന്നത്? ആർക്കെതിരെയാണ് അത് ഉപയോഗിക്കുന്നത്? സ്റ്റേറ്റിനെതിരെ. ആ ഒരു കൺസെപ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റിനെതിരെയാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അടുത്ത ഒരു പോയിന്റ് പറയാൻ പറ്റും. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഈസ് എ നെഗറ്റീവ് ഒബ്ലിഗേഷൻ ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയാൻ പറ്റും. നെഗറ്റീവ് ഒബ്ലിഗേഷൻ ഓഫ് ദ സ്റ്റേറ്റ്. അതായത് ഇതിന്റെ നേച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ് എന്ന് നമുക്ക് പറയാം. അത് രണ്ട് സെൻസിൽ പറയും, നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട്. ഇതിന്റെ നേച്ചർ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ നേച്ചർ എന്ന് പറയും. ഇതിന് പക്ഷെ മെയിൻ ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്, നെഗറ്റീവ് ഒബ്ലിഗേഷൻ ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയും. നമ്മുടെ ഇൻഡിവിജ്വൽ സെൻസിൽ എടുക്കുവാണെങ്കിൽ അത് പോസിറ്റീവ് ആണ്, പക്ഷെ സ്റ്റേറ്റിന്റെ ഒരു ടേംസിൽ എടുക്കുവാണെങ്കിൽ അത് നെഗറ്റീവ് ആണെന്ന് പറയും. എന്തുകൊണ്ടാണ് ഇത് സ്റ്റേറ്റിന്റെ നെഗറ്റീവ് ഒബ്ലിഗേഷൻ ആണ് എന്ന് പറയുന്നതിന്റെ കാര്യം എന്താ? സ്റ്റേറ്റിന്റെ ആ ഒരു ആസ്പെക്റ്റിൽ എടുക്കുന്ന സമയത്ത് നെഗറ്റീവ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. എന്തുകൊണ്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് നെഗറ്റീവ് ആവുന്നത്? റെസ്ട്രിക്ഷൻസ് ആണ്. അത് ചെയ്യരുത്, ഡോണ്ട് എന്ന് എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്റ്റേറ്റിനോട്. നീ അത് ചെയ്യരുത്, നീ ആൾക്കാരുടെ വലിയ ആവശ്യമില്ലാണ്ട് നീ അവിടെ പോയി ഇടപെടരുത്, നിങ്ങൾ ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്. ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കണ കാര്യം, നിങ്ങൾ ഷോർട്ട് കട്ട്സ് പഠിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. ഞാൻ നെഗറ്റീവ് ആണ്, നിങ്ങൾ അത് ചെയ്ത് ഇത് ചെയ്യരുതെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ നെഗറ്റീവ് സെൻസിലാണെങ്കിൽ സ്റ്റേറ്റിന്റെ ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഒരു ഇതിനകത്ത് നോക്കുന്ന സമയത്ത് നെഗറ്റീവ് ഒബ്ലിഗേഷൻ ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഇൻഡിവിജ്വൽസിന്റെ ആസ്പെക്റ്റിൽ നോക്കുവാണെങ്കിലോ പോസിറ്റീവ് ആണ്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ നേച്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട്. സ്റ്റേറ്റിന്റെ ടേംസിലാണോ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കണം. സ്റ്റേറ്റിന്റെ അതിനകത്തൊക്കെ ആണെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ നേച്ചർ എന്താണ്? നെഗറ്റീവ് ആണ്. എന്തുകൊണ്ട് അത് നെഗറ്റീവായി? ഡോണ്ട് ഡു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അത് നെഗറ്റീവ് ഒബ്ലിഗേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ആണ് എന്ന് പറയുന്നത്. ആ ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തുകൊണ്ടാണ് അത് നെഗറ്റീവ് ആണ് എന്ന് പറയുന്നതിന്റെ കാര്യം? ഇത് അങ്ങനെ തന്നെ ചോദ്യം വരും, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, റെസ്ട്രിക്ഷൻസ് ആണ് നമുക്ക് പറയുന്നത്. ഓക്കെ, എപ്പോഴും റെസ്ട്രിക്ഷൻസ് പറയുന്നതുകൊണ്ടാണ് അത് നെഗറ്റീവ് ആണെന്ന് പറയുന്നത്. കാര്യം മനസ്സിലായോടാ? പറഞ്ഞേ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ സ്റ്റേറ്റിനെതിരെ മാത്രമല്ല ഇതിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുക, ചില പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരെ കൂടി നമുക്ക് കിട്ടും. സ്റ്റേറ്റിനെതിരെ മാത്രമല്ല, നമ്മൾ നേരത്തെ പഠിച്ചു, സ്റ്റേറ്റിനെതിരെ മാത്രമല്ല പക്ഷെ ചില പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനും കൂടി നമുക്ക് ഇതിന് പ്രൊട്ടക്ഷൻ കിട്ടാറുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ അയിത്തം, ചൂഷണം അങ്ങനെയൊക്കെയുള്ള പണ്ട് കാലത്ത് നിലനിന്നിരുന്ന കാര്യങ്ങളില്ലേ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു മുതിർന്ന അല്ലെങ്കിൽ ഇപ്പൊ SC/ST ഒരാള് ഭയങ്കര ഇതായിട്ട് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പിടിച്ച് ജയിലിലിടാനുള്ള ഇതൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൽ നിന്ന് കൂടി നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമ്മൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ നീ ഇന്ന ജാതിയാണ് അല്ലെങ്കിൽ നീ ഇന്ന ആളാണ്, അതുകൊണ്ട് നിന്റെ അടുത്ത് ഞാൻ ഇരിക്കില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനെതിരെയുള്ള കാര്യങ്ങൾ നമുക്ക് കോടതി പോയിട്ട് അവന് പണി വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് സ്റ്റേറ്റിനെതിരെ മാത്രമല്ല, ചില സമയത്ത് സ്റ്റേറ്റിന്റെ പിൻഗാമിയായിട്ട് പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനും അല്ലാത്ത ചില സമയങ്ങളിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരെ തന്നെയും നമുക്ക് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതാണ് അടുത്ത പോയിന്റ്. ഓക്കെ, അപ്പോ എന്താണ്? സ്റ്റേറ്റിനെതിരെ മാത്രമല്ല ചില പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരെ കൂടിയും നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഓക്കെ, ആ പോയിന്റും കിട്ടിയല്ലോ. ഓക്കെ, അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റിസബിൾ ആണെന്നാ. സ്പെല്ലിംഗ് നോക്കുക, JUSTICIBLE. ജസ്റ്റിസബിൾ ആണ്. ജസ്റ്റിസബിൾ എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിൽ എന്താ പറയാ? ജസ്റ്റിസബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോടതിയിൽ പോയിട്ട് നമുക്കിത് കേസ് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കോടതിയിൽ പോവാനായിട്ട് ഉള്ള അധികാരമുണ്ട്, അല്ലെങ്കിൽ ന്യായീകരിക്കാൻ പറ്റും. മലയാളത്തിൽ ന്യായവാദം ഉന്നയിക്കാൻ പറ്റും. ന്യായവാദം എന്നാണ് PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ള വാക്ക്, ന്യായവാദം. അപ്പൊ ഇത് കോർട്ട് വഴി നേടിയെടുക്കാൻ പറ്റുന്നതാണ് ജസ്റ്റിസബിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ. അപ്പൊ ജസ്റ്റിസബിൾ ആണ് ഈ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള കാര്യം
നമുക്ക് കിട്ടി. എന്താണ്? കോടതി വഴിയായിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ന്യായവാദം എന്നുള്ള ടേമാണ് മലയാളം ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ യൂസ് ചെയ്ത് കാണുന്നത്. ജസ്റ്റിസിബിൾ എന്നുള്ളതാണ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. അപ്പം ഈ പറയുന്ന റൈറ്റ്സ് എന്ന് പറയുന്നത് ജസ്റ്റിസിബിൾ ആണ് എന്നുള്ളത് പറയാം. ഇപ്പൊ എന്തെങ്കിലും ഒരു കാരണവശാൽ ഇത് നമുക്ക് വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിനെയോ ഹൈക്കോടതിനെയോ ഒക്കെ സമീപിക്കാനായിട്ട് നമുക്ക്, അല്ലെങ്കിൽ അത് നമുക്ക് റൈറ്റ്സ് നേടിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ് ഈ പറയുന്ന ജസ്റ്റിസിബിൾ എന്നുള്ളതിന്റെ ഇത്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് അബ്സല്യൂട്ട് അല്ല എന്ന് പറയും. അത് ടേം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ നോട്ട് അബ്സല്യൂട്ട്. സ്പെല്ലിങ് ABSOLUTE. ഈ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പബ്ലിക് ചാനലിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അബ്സല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് അല്ല എന്നാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് അൺലിമിറ്റഡ് അല്ല. സമ്പൂർണ്ണ എന്നൊക്കെ നിങ്ങൾ ഡിക്ഷണറിയിലൊക്കെ നോക്കുമ്പോൾ കാണുന്നതാണ്. അബ്സല്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് നമുക്ക് ഭയങ്കരമായിട്ട് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതിന് ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് നമുക്ക് പറയുന്ന ഒരു ടൈമാണ് റീസണബിൾ റെസ്ട്രിക്ഷൻസ് എന്ന് പറയും. ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം എന്തിനാ ഈ ലിമിറ്റേഷൻസ് വെച്ചേക്കുന്നത്? നമ്മുടെ തന്നെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാ. റീസണബിൾ ആയിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പൊ അതായത് ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ നമ്മൾ വൈകിട്ടൊക്കെ പണ്ട് കാലത്തൊക്കെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകുമായിരുന്നു വീട്ടില്. ഇപ്പൊ ഞാനൊരു ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ പണ്ട് കാലത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോകും. അതായത് എന്റെ ചെറുപ്പത്തില് ഒരു +1 +2 ഒക്കെ വരെ ഞാൻ പോവായിരുന്നു ഇങ്ങനെ. അപ്പൊ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് എന്റെ വീട്ടിൽ നിന്ന് ഒരു 6-6:30 മുമ്പ് തിരിച്ച് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ നിന്ന് അമ്മൂമ്മയും അമ്മയൊക്കെ ഇങ്ങനെ പറഞ്ഞു വിടും, നീ നേരത്തെ ഇങ്ങോട്ട് വരണം കേട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ വടിയും പത്തലും കൊണ്ട് അങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് 6:30 കഴിഞ്ഞിട്ട് എന്നെ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവര് വടിയും പിടിച്ചിട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് വരും. അപ്പൊ ഇതെന്തിനാ ഇവര് ഈ പറഞ്ഞ കാര്യം ചെയ്യുന്നത്? എന്തിനാ? എന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാ. അതായത് കളിക്കാൻ നീ പൊക്കോ, പക്ഷെ അവിടെ ഞങ്ങൾ പറയുന്ന സമയം കഴിഞ്ഞിട്ട് നിങ്ങൾ കളിക്കണ്ട, നീ കളിക്കണ്ട. അത് എന്തിനാ? വരുന്ന സമയത്ത് ഈ 6:30 സമയത്ത് വല്ല പട്ടിയും ഇതൊക്കെ ഉണ്ടോ ഉണ്ടായി കഴിഞ്ഞാൽ ഇരുട്ടത്ത് വല്ല തോട്ടത്തോടെയൊക്കെ ആയിരിക്കും നടന്നു വരുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഈ പാമ്പും ഇതിനൊക്കെ പേടിച്ചിട്ടാണ് ഈ പറയുന്ന കൃത്യമായിട്ട് ഇന്ന സമയത്തിനുള്ളിൽ കയറിക്കോളാം എന്ന് പറഞ്ഞത്. അപ്പൊ ഇതേ സംഭവം തന്നെയാണ് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കാര്യത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് നമ്മൾ വെച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഫുള്ളി നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല. സൗണ്ട് പോയോ? ഹലോ, ഓക്കെ, ഒന്നുകൂടി പറയണോ അത്? ഓക്കെ ആണ്. അപ്പോൾ പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഞാൻ കളിക്കാൻ പോയ കാര്യം പറഞ്ഞു. അപ്പോൾ ഇടയ്ക്ക് 6:30 മുമ്പൊക്കെ തിരിച്ച് വീട്ടിലേക്ക് വന്നേക്കണം എന്ന് അമ്മ അച്ഛനും ഒക്കെ ഇങ്ങനെ പറഞ്ഞു വിടും. അത് നമ്മുടെ സേഫ്റ്റിനെ കരുതിയിട്ടാണ്. അപ്പൊ അതേ കാര്യം തന്നെയാണ് നമുക്ക്. അതെന്താണാവോ ചിലർക്ക് ലാഗ് വരുന്നത്? നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ ആയിരിക്കണം. എനിക്ക് വൈഫൈയിലാണ്, നല്ല റേഞ്ചും ഉണ്ട്. സ്വന്തം നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കും കേട്ടോ. എനിക്ക് ഓക്കെ ആണ്, നല്ല റേഞ്ച് ഉണ്ട്, എനിക്ക് പ്രശ്നങ്ങളില്ല. ഓക്കെ, അപ്പോൾ പറഞ്ഞു തന്ന കാര്യം ഇതാണ്. നമുക്ക് ഇതേപോലെ നമ്മുടെ സേഫ്റ്റിനെ കരുതി തന്നെ നമുക്ക് ഇതേപോലെ കുറച്ച് റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ മേൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിന് വേറൊരു പേരും കൂടി പറയും ക്വാളിഫൈഡ് റൈറ്റ്സ് എന്ന് പറയും. ഓക്കെ, എന്തുകൊണ്ടാണ് ക്വാളിഫൈഡ് റൈറ്റ്സ് എന്ന് പറയുന്നത്? റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് വെച്ചിരിക്കുന്നതുകൊണ്ട്. കാര്യം മനസ്സിലായോ? അപ്പൊ ആ ഒരു പോയിന്റ് നോക്കുക. ഫണ്ടമെന്റൽ റൈറ്റ്സ് അബ്സല്യൂട്ട് അല്ല. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് നോട്ട് അബ്സല്യൂട്ട് ആണ്, അൺലിമിറ്റഡ് അല്ല. അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിനകത്ത് റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആ റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിന് വേറൊരു പേര് പറയും, ക്വാളിഫൈഡ് റൈറ്റ്സ്. കിട്ടിയോ? പോയിന്റ് കിട്ടിയോ? ഓക്കെ, അടുത്ത പോയിന്റ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ള അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് പെർമനന്റ് ആണോ എന്ന് ചോദിക്കും. ഫണ്ടമെന്റൽ റൈറ്റ്സ് എപ്പോഴും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളത് ചോദിക്കും. ഒരിക്കലും അല്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് പെർമനന്റ് റൈറ്റ്സ് ആയിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല. കാരണം എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമുക്കിത് അമെൻഡ് ചെയ്തിട്ട് കോടതിക്ക് അല്ലെങ്കിൽ പാർലമെന്റിന് അമെൻമെന്റ് നടത്തിയിട്ട് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എടുത്ത് മാറ്റാനുള്ള അധികാരമുണ്ട്. അതായത് ഇപ്പോൾ പറഞ്ഞ കാര്യം നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയ സമയത്തൊക്കെ ആദ്യം സ്വത്തവകാശമൊക്കെ പറഞ്ഞ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ടാണ് കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷെ അത് അമെൻമെന്റ് വഴിയായിട്ട് എടുത്തു മാറ്റി. അതേപോലെ തന്നെ നമുക്കുള്ള ഈ പറയുന്ന റൈറ്റ് ടു ഇക്വാളിറ്റിയും റൈറ്റ് ടു ഫ്രീഡം എക്സ്പ്ലോയിറ്റേഷനും ഇതൊക്കെ എടുത്ത് മാറ്റാനുള്ള അധികാരം അമെൻമെന്റ് ചെയ്തു കഴിഞ്ഞാൽ
ഈ പറഞ്ഞ പാർലമെന്റിന് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യില്ല. ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട. പക്ഷെ അത് മനസ്സിലാക്കി വെക്കുക. നമുക്ക് അമെന്റ്മെന്റ് ചെയ്യുന്ന വഴി നമുക്ക് ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് ഓൾട്ടർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് പെർമനന്റ് അല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ എന്തൊക്കെയാ നമ്മളിപ്പോ ഈ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചേ? അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻജോയ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ് എന്ന് പഠിച്ചു. നെഗറ്റീവ് ഒബ്ലിഗേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ആണെന്ന് പഠിച്ചു. സ്റ്റേറ്റിനും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരെ ഈ സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യം പറഞ്ഞു. അതായത് അബ്സല്യൂട്ട് അല്ല എന്നുള്ള, നോട്ട് അബ്സല്യൂട്ട് ആണെന്ന് പറഞ്ഞു. ഇതിനെ ക്വാളിഫൈഡ് റൈറ്റ് എന്ന് വിളിക്കുന്നുണ്ട്. റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉള്ളത് ഉണ്ട് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പെർമനന്റ് അല്ല എന്ന് പറഞ്ഞു. ഇത്രയും മനസ്സിലായോ ഇതിന്റെ പ്രോപ്പർട്ടീസ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ? ഓക്കെ, ഒരു പോയിന്റ് കൂടി ഉണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ളത് സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ ഫണ്ടമെന്റൽ റൈറ്റ്സ്? കുറച്ച് കാലത്തേക്ക് ഇങ്ങനെ നിർത്തി വെക്കാൻ പറ്റുമോ? നിർത്തി വെക്കാൻ പറ്റും. നാഷണൽ എമർജൻസിയുടെ സമയത്ത്, ദേശീയ അടിയന്തരാവസ്ഥയുടെ കാലത്തൊക്കെ, ഈ പറയുന്ന ദേശീയ അടിയന്തരാവസ്ഥയുടെ കാലത്ത് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ 2 ആർട്ടിക്കിളുകൾ നമുക്ക് അതിനകത്ത് പോവില്ല. 20-21 റൈറ്റ് ടു ലൈഫ് എന്നുള്ള ആർട്ടിക്കിളുകളാണ്. അപ്പോൾ പിന്നെ എന്താണ് ആർബിട്രറി അറസ്റ്റ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് 20. അപ്പൊ ഈ പറയുന്ന 2 ആർട്ടിക്കിൾ, അതിപ്പോ നിങ്ങൾക്ക് പഠിക്കേണ്ട, നിങ്ങൾ ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി. 2 ആർട്ടിക്കിളുകൾ നമുക്ക് എമർജൻസിയുടെ സമയത്ത് പോലും സസ്പെൻഡ് ചെയ്ത് കളയാനായിട്ട് പറ്റില്ല. അതായത് നമ്മളിപ്പോ ഒരു റൂമിൽ ചെന്നിട്ട് നമ്മൾ ലൈറ്റ് ഇട്ടു, എല്ലാ ലൈറ്റും ഓൺ ആണ്. നമുക്ക് എമർജൻസി വരുമ്പോൾ ഈ റൂമിലെ ലൈറ്റ് എല്ലാം നമ്മൾ ഓഫ് ചെയ്യും. പക്ഷെ 2 ബൾബ് മാത്രം കത്തിക്കിടക്കും. ഏതാ? 20-21. ഇത്ര ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഇപ്പൊ എമർജൻസി സമയത്ത് 20-21 ബൾബുകൾ കത്തിക്കിടക്കും എന്നുള്ള കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഇത്രയാണെന്ന് നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത ദിവസം തൊട്ടിട്ട് നമുക്ക് ഓരോരോ ആർട്ടിക്കിളുകളിലേക്ക് ഇറങ്ങി തുടങ്ങണം. ആർട്ടിക്കിൾ 12, 13, 14, 15, 16, 17 വരെ ഇപ്പൊ ഞാൻ ബാച്ച് 1 എടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ള വളരെ വിശദമായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ ആർട്ടിക്കിളുകൾ ഒരു 4-5 ക്ലാസ് കൊണ്ടാണ് ഞാൻ അവർക്ക് പഠിപ്പിച്ചേക്കുന്നത്. അപ്പോൾ 1 മണിക്കൂർ വെച്ച് ഒരു ആർട്ടിക്കിളാണ് അവരെ പഠിപ്പിച്ചേക്കുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ എക്സ്പ്ലനേഷന്റെ ഡെപ്ത് മനസ്സിലായോ? അത്രയും പറയാനുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ തീരില്ല. അത്രയും ഉണ്ട്. അതേപോലെ ഇപ്പൊ 12 പറഞ്ഞു, അത് അങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചു. അപ്പൊ ഇതേ നിലവാരത്തിൽ തന്നെ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും വരുള്ളൂ. ഒരിക്കലും ഒരു ചെറിയ ഒരു പരീക്ഷ പ്രതീക്ഷിച്ച് നിങ്ങൾ പോകണ്ട. ഇന്റർവ്യൂ കൂടി ഉള്ള കാരണം കൊണ്ട് ഇത് ഡെപ്തിൽ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെറുതെ ഡെപ്തിൽ പഠിപ്പിക്കല്ല. സാർ അവിടെ ചെന്നിരുന്നിട്ട് ചോദിക്കുക എന്താണ് ആർട്ടിക്കിൾ 14. ഇന്റർവ്യൂവിനൊക്കെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ആർട്ടിക്കിൾ 14? എന്തുകൊണ്ടാണ് ബുദ്ധമതം ഇന്ത്യയിൽ ക്ലച്ച് പിടിക്കാണ്ട് പോയത്? എന്തുകൊണ്ടാണ് അത് ഇത്? ഇങ്ങനെയൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് റാങ്ക് ഫയലിൽ എഴുതി വെച്ചിരിക്കുന്ന അറിവ് കൊണ്ട് നിങ്ങൾക്ക് ആ ഇന്റർവ്യൂ മര്യാദയ്ക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ ചിന്തിക്കണം. നിങ്ങളിപ്പോൾ എന്നോട് നിങ്ങളൊരു ഇന്റർവ്യൂ ആയിട്ട് എടുത്തോ. ഇത് ഇന്റർവ്യൂവിനുള്ള കോച്ചിങ് കൂടിയായിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഹാളിൽ ചെന്നിരുന്നിട്ട് നല്ല രീതിയിൽ ഉത്തരങ്ങൾ നൽകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതൊരിക്കലും നോട്ട് വായിക്കുന്നവന് ചിന്തിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ അത് കൂടി നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്ത് വരാനായിട്ട്. ഒരു പേഴ്സണൽ ഇന്റർവ്യൂ 1 മണിക്കൂർ എല്ലാ ദിവസവും നിങ്ങൾ ട്രെയിൻ ചെയ്തിരിക്കുന്ന രീതിയിൽ നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾ സെക്രട്ടറി ടെസ്റ്റിന്റെ പരീക്ഷ പാസ്സാവില്ല. കാരണം എന്താ? അതിന് ഒരു പ്രിലിംസ് ഉണ്ട്, ഒരു മെയിൻസ് ഉണ്ട്, ഒരു ഇന്റർവ്യൂ സ്റ്റേജും കൂടി പാസ്സാവണം. ഓക്കെ, അപ്പൊ നമുക്ക് മിനിമം ആയിട്ടുള്ള ഒരു മാർക്കെങ്കിലും ഇന്റർവ്യൂവിന് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്കിലായി പോകും. അപ്പൊ അത് കൂടി പ്രാക്ടീസ് ചെയ്യാനുള്ള രീതിയിൽ നിങ്ങൾ സെക്രട്ടേറിയറ്റിന് പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ആർട്ടിക്കിളുകളും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ പഠിക്കുക. അതിൽ നിന്നുള്ള ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് കൂടി ടാക്കിൾ ചെയ്യാനുള്ള രീതിയിൽ പഠിക്കുക. ഞാൻ 12 തൊട്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ എൻ്റെ ക്ലാസ് വരുന്നത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും കൂടിയാണ്. അപ്പോൾ ആ ഒരു 2 ക്ലാസ്സും കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം ഞാൻ ക്ലാസ്സുകൾ തീർക്കാം. എന്നിരുന്നാൽ കൂടിയും ഫണ്ടമെന്റൽ റൈറ്റ്സ് തീരില്ല. അത് ഇനിയും ക്ലാസ്സുകൾ എടുക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് നോക്കിയാലോ? ഒന്ന് റിവിഷൻ ചെയ്തിട്ട് പോയാലോ? പിന്നെ നിങ്ങൾക്ക് ഇത് പിന്നെ വായിച്ചു നോക്കണ്ട എന്നുള്ള രീതിയിൽ. ഇപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നോട്ട് എഴുതണ്ട. ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ ആകെ എൻ്റെ കയ്യിലുള്ള നോട്ട് ആകെ എത്രയുണ്ട്?
1 പേജുള്ള നോട്ട്, 2 പേജുള്ള നോട്ട് ഉണ്ട്. ഇത് എഴുതിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ എവിടെ ചെന്ന് എത്തും? ഇന്ന് ഈ പറഞ്ഞ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, ഇന്ന് ആൾക്ക് നോട്ട് എഴുതാൻ സമയമില്ല. നോട്ട് എഴുതാൻ സമയമില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആകെ എഴുതാനുള്ളത് 1 പേജ് നോട്ടാണ്. 1 പേജ് നോട്ട് എഴുതാനായിട്ട് 1 മണിക്കൂർ വേണമെന്നൊക്കെ ചോദിക്കുന്നത്. ഇതേപോലുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? ഒരു രക്ഷയില്ല, നോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു, നിർത്തി. ഓക്കെ, അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സിറ്റിസൺസിന് മാത്രമല്ല ഇൻഡിവിജ്വൽസിനാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. എന്തുകൊണ്ടാണ് അതെന്നുള്ളത് നിങ്ങൾ നോക്കി. എവിടെയാണ് ഫണ്ടമെന്റൽ റൈറ്റ് പറയുന്നത് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ? ഇതിന്റെയൊക്കെ ഉത്തരങ്ങളൊന്നും നോക്കിയാൽ മതി കേട്ടോ. ഞാൻ പറയുന്ന ഇന്റർവ്യൂവിൽ ഞാൻ ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാണ്, അതിനുള്ള ഉത്തരം പറയാനായിട്ട് നിങ്ങൾ റെഡി ആണോ എന്ന് മാത്രം നോക്കിയാൽ, ടൈപ്പ് ചെയ്യണമെന്നില്ല. നിങ്ങൾ അതിന്റെ ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഒന്നും ടൈപ്പ് ചെയ്യണ്ട, ആരും ടൈപ്പ് ചെയ്യണ്ട. നിങ്ങൾ എല്ലാവരും ഫോൺ അവിടെ വയ്ക്കുക, എന്റെ സൗണ്ട് കേൾക്കുന്ന രീതിയിൽ ഇരിക്കുക. ഐ ആം ഇന്റർവ്യൂയിങ് യു. നിങ്ങളെല്ലാവരും എൻ്റെ ഇന്റർവ്യൂ പാസ്സാകാനായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം പറയാൻ കിട്ടുന്നുണ്ടോ എന്ന് മാത്രം ശ്രമിച്ചാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള ആ ഒരു പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ. രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ളത് സിറ്റിസൺസിന് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആ ചോദ്യം അത് ധിക്കരിക്കോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് സിറ്റിസൺസിന് മാത്രമല്ല എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? അടുത്തത്, ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടെയാണ് കാണുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെ നോക്കിയാലാണ് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് കാണാനായിട്ട് പറ്റുന്നത്? ഓക്കെ, ഏതൊക്കെ ആർട്ടിക്കിളുകളാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ട് പറയാനായിട്ട് ഉള്ളത്? അടുത്തത്, എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? എന്താണ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിറ്റിസണും സൊസൈറ്റിയും ഇതൊക്കെ തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? സ്റ്റേറ്റും സൊസൈറ്റിയും ഒക്കെ ആയിട്ട് ഇൻഡിവിജ്വൽസിന് എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കൊണ്ട് ഇതുള്ളത്, എന്താണ് ബന്ധമുള്ളത്? ഓക്കെ, കുറച്ച് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ കുറച്ച് റൈറ്റ്സിന്റെ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുമോ? ഓക്കെ. അടുത്തത്, എന്തിനാണ് നമുക്ക് റൈറ്റ്സ് വേണ്ടത്? നിങ്ങൾക്ക് എന്തിനാണ് ഒരു റൈറ്റ് തന്നാൽ നിങ്ങൾ അത് എന്തിനായിരിക്കും ഉപയോഗിക്കുക? എന്തിനായിരിക്കും നമുക്ക് റൈറ്റ്സിന്റെ ആവശ്യകത എന്താണ്? ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ടൈപ്പ് ഓഫ് റൈറ്റ്സ് ഒന്ന് പറയാൻ പറ്റുമോ നോക്കിയേ. ഏതൊക്കെ ടൈപ്പിലുള്ള റൈറ്റ്സ് ഉണ്ട്? നാച്ചുറൽ റൈറ്റ് ഉണ്ട്, ഹ്യൂമൻ റൈറ്റ് ഉണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഉണ്ട്, ലീഗൽ റൈറ്റ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, നിങ്ങളുടെ ഓർമ്മയിലേക്ക് വന്നിട്ടുണ്ട്. എന്താണ് നാച്ചുറൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ? അതിന്റെ ആൻസർ എന്തായിരിക്കും? എന്തായിരിക്കും നാച്ചുറൽ റൈറ്റും ഹ്യൂമൻ റൈറ്റും തമ്മിലുള്ള വ്യത്യാസം? ഹ്യൂമൻ റൈറ്റ്സ് എന്താണ്? അതിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എവിടെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്? അത് ആദ്യം ചോദിച്ചു. ഫണ്ടമെന്റൽ റൈറ്റ് എവിടെയാണ്? കഴിഞ്ഞിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റും ഫണ്ടമെന്റൽ റൈറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താണ് ലീഗൽ റൈറ്റ്? ഈ ലീഗൽ റൈറ്റും ഫണ്ടമെന്റൽ റൈറ്റും കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്? ഇതൊക്കെ നിങ്ങൾക്ക് പറയാൻ കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ. ഇനി അടുത്തത്, എവിടെ നിന്നാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് കടമെടുത്തിരിക്കുന്നത്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് പേരിലാണ് ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഈ പൊളിറ്റിക്കൽ ഡെമോക്രസീനെ ഫണ്ടമെന്റൽ റൈറ്റ്സ് തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? സുപ്രീം കോടതിക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓക്കെ അല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് ഇടപെടാനായിട്ട് പറ്റുമോ? ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്? എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്? റൈറ്റ് ടു ഇക്വാളിറ്റി വരുന്നത് ഏതൊക്കെ ആർട്ടിക്കിളുകളാണ്? റൈറ്റ് ടു ഫ്രീഡം വരുന്നത് ഏതൊക്കെ ആർട്ടിക്കിളിലാണ്? റൈറ്റ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ വരുന്നത് ഏതൊക്കെ? റൈറ്റ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ അല്ല, റൈറ്റ് അഗേൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ വരുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? ഫ്രീഡം ഓഫ് റിലീജിയൻ വരുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ് വരുന്നത് ഏതൊക്കെ ആർട്ടിക്കിളിലാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് വരുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? ഇനി ആർക്കെതിരെയാണ് ഇത് ഉപയോഗിക്കുന്നത്? സ്റ്റേറ്റിനെതിരെയാണ് എന്നുള്ളത് നമ്മൾ നോക്കി. ആരാണ് ഇത് എൻജോയ് ചെയ്യുന്നത്? ഇൻഡിവിജ്വൽസ് ആണ് എന്നുള്ളത് കിട്ടി. നേച്ചർ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? രണ്ടും ഉണ്ട്. സ്റ്റേറ്റിന്റെ ടൈംസിൽ പറയുകയാണെങ്കിൽ നെഗറ്റീവ് ആണ് എന്നുള്ളത് നമ്മൾ നോക്കി. ഓക്കെ, ഇത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരെ പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ടോ? ഉണ്ട്. ചില കേസുകളിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരെയും നമ്മൾ പ്രൊട്ടക്ഷൻ എടുക്കാറുണ്ട്. ജസ്റ്റിസിബിൾ ആണോ? ജസ്റ്റിസിബിൾ ആണ് എന്നുള്ളത് നമ്മൾ നോക്കി. ഓക്കെ, അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് അബ്സല്യൂട്ട് എന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ് പറയാ. എന്താണ് നോട്ട് അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ? എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞാൽ എന്താണ് കാര്യം? റെസ്ട്രിക്ഷൻസിന്റെ കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പൊ അത് നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്തത്, പെർമനന്റ് ആണോ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ നേച്ചർ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടായിരിക്കും പെർമനന്റ് അല്ലാത്ത? അത് അമെന്റ്മെന്റ് വഴിയായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതിന്റെ എക്സാമ്പിൾ നമ്മൾ നോക്കി. സ്വത്തവകാശം മാറ്റിയത്. സ്വത്തവകാശം നമുക്ക് ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ അത് മാറ്റി. അടുത്ത ക്വസ്റ്റ്യൻ,
സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ ഫണ്ടമെന്റൽ റൈറ്റ്? പറ്റും. ഏത് സാഹചര്യത്തിലാണ്? നാഷണൽ എമർജൻസി വരുന്ന സമയത്ത്. അപ്പോഴും സസ്പെൻഡ് ആവാത്ത 2 ആർട്ടിക്കിളുകളുണ്ടല്ലോ, അത് ഏതൊക്കെയാ? മുറിയിൽ ബൾബ് കത്തി കിടക്കുന്ന 20, 21. ഓക്കെ. ഇനി എന്താണ് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്? അതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താ അറിയാം? നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എവിടെയാ, എന്നാണ് അതിന്റെ സ്ഥാപിച്ചത്? ഏതാണ്? ഓൾ ഇന്ത്യ അല്ല ഓൾ പാർട്ടി കോൺഫറൻസിൽ 1928 കൽക്കത്തയിൽ വെച്ചിട്ടാണ്. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛനായിട്ടുള്ള മോത്തിലാൽ നെഹ്റു ആണ്. അന്ന് 19 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് കൊണ്ടുവന്നത്. അത് INC ഏത് സെഷനിൽ അഡോപ്റ്റ് ചെയ്തു? കറാച്ചി സെഷനിൽ അഡോപ്റ്റ് ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മതി. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഇന്റർവ്യൂവിന്റെ സെഷൻ കഴിഞ്ഞു, കിട്ടുന്നുണ്ടോ? ചോദ്യങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? ഓർമ്മയിലേക്ക് വന്നോ കാര്യങ്ങളൊക്കെ? ഇത്രേ ഉള്ളൂ. ഇത് ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. നമ്മൾ അടുത്ത ദിവസം തൊട്ടിട്ടാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിലേക്ക് കടക്കുള്ളൂ. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഉത്തരം പറയാനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂ നല്ല സുഖമായിട്ട് നിങ്ങൾ പാസ്സാവും കേട്ടോ. അപ്പൊ അതും കൂടി നിങ്ങളൊന്ന് ട്രെയിൻ ചെയ്തിരുന്നോ. ഞാൻ ചോദിക്കുന്നതിന് ആൻസർ പറയാം. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ഉത്തരം അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. അതിന് പേടിച്ചു ഓടേണ്ട ആവശ്യമില്ല. നമ്മൾ പേടിച്ചു ഓടിക്കഴിഞ്ഞ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഒരുപാട് നാള് ഇങ്ങനെ ഓടി 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 ഒരു സ്ഥലത്ത് എത്തില്ല. ചുറ്റുമുള്ളവർ ഓടി അവര് നേരിട്ട് ഫേസ് ടു ഫേസ് നിന്ന് നേരിട. ഇപ്പൊ അറിയില്ലെങ്കിൽ എന്താ, അത് കണ്ണിൽ നോക്കി പറയാനുള്ള മനസ്സ് കാണിക്കണം. അങ്ങനെയുള്ളവരെ ജയിക്കുള്ളൂ. അല്ലാത്തവർ ഇങ്ങനെ കാലങ്ങളോളം ഓടിക്കൊണ്ടിരിക്കും. നമുക്ക് അറിയില്ലെങ്കിലും പരീക്ഷകൾ എഴുതാനുള്ള മനസ്സ് കാണിക്കണം. അങ്ങനെ ഫേസ് ചെയ്യുന്നവനെ നാളെ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുള്ളൂ. അല്ലാത്തവൻ ഒന്നും നേടിയിട്ടില്ല. അത് എപ്പോഴും മനസ്സിൽ വെച്ച് നിങ്ങൾ ഒറ്റയ്ക്കുള്ളൂ. വേറെ ആളെ നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. പരീക്ഷ ഹാളിൽ ചെന്നിരുന്നു ഞാൻ നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളെ, ഈ ഗ്രൂപ്പിലുള്ള ഒരാളും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഫേസ് ചെയ്തേ പറ്റുള്ളൂ ഈ പ്രോബ്ലംസിനൊക്കെ. അപ്പൊ അതിന് എല്ലാവർക്കും ഉള്ളത് ഒരേ പ്രോബ്ലംസ് ആണ്. നമ്മൾ അവിടെ എഴുന്നേറ്റ് നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ കൂടുതൽ നമുക്ക് ആർട്ടിക്കിൾ 12 മുതൽ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്കഷൻ റൂമിൽ ഇവിടെ നിങ്ങൾ ചോദിച്ചോ, ഞാൻ അത് ആൻസർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ടാറ്റ.